ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനത്തിൽ പിടിയിലായ അമീർ റാഷിദിനെ കോടതിയിൽ ഹാജരാക്കി. ഡൽഹി പട്യാല ഹൗസ് കോടതിയിലാണ് ഹാജരാക്കിയത്. ചാവേറായ ഡോക്ടർ ഉമർ നബിയുമായി അടുപ്പമുള്ള അമീർ റാഷിദിനെ കഴിഞ്ഞ ദിവസമാണ് NIA അറസ്റ്റ് ചെയ്തത്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി ചേരുന്നു. ബൽറാം, എന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? ദിലീപ് കുമാർ, അല്പസമയം മുമ്പാണ് ഡൽഹി പട്യാല ഹൗസ് കോടതിയിലേക്ക് അമീർ റാഷിദ് അലിയെ NIA സംഘം എത്തിച്ചത്. കവചിത വാഹനത്തിൽ അതീവ സുരക്ഷയോടെയാണ് അമീർ റാഷിദിനെ NIA സംഘം കോടതിയിലേക്ക് എത്തിച്ചത്. കോടതിക്ക് പുറത്തും ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഡൽഹി പോലീസ് സംഘത്തോട് ഒപ്പം തന്നെ മറ്റ് കേന്ദ്രസേനയെയും ദ്രുതകർമ്മസേനയെയും പട്യാല ഹൗസ് കോടതിയുടെ പരിസരത്ത് വിന്യസിച്ചിട്ടുണ്ട്. ഈ ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഗൂഢാലോചന നടന്നിരുന്നു. ഒരു ചാവേർ ആക്രമണത്തിനുള്ള ഗൂഢാലോചന ഈ അമീറും ഒപ്പം തന്നെ ഉമറും തമ്മിൽ നടത്തിയിരുന്നു എന്ന് NIAക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കശ്മീരിൽ നിന്നും ഈ അമീർ ഡൽഹിയിലെത്തുകയും ഉമറിനോടൊപ്പം പോയി ആ വാഹനം I-20 വാഹനം വാങ്ങുകയും ചെയ്തത്. ഈ കാർ ഒരു സ്ഫോടക വസ്തുക്കൾ നിറച്ച് ഒരു ചാവേർ ആക്രമണം നടത്താൻ തന്നെയായിരുന്നു ഇരുവരുടെയും പദ്ധതി. എന്നാൽ പിന്നീട് ഈ മറ്റുള്ളവർ അറസ്റ്റിലായ ഒരു പശ്ചാത്തലത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ആസൂത്രണം ചെയ്ത് ഉമർ ആ സ്ഫോടനം നടപ്പാക്കുകയായിരുന്നു എന്നാണ് NIAക്ക് ഇതുവരെ നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നേരത്തെ ഈ ജമ്മു കശ്മീർ പോലീസ് അറസ്റ്റ് ഡൽഹിയിൽ ചോദ്യം ചെയ്തു വരികയായിരുന്ന. ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് ബൽറാം നെടുങ്ങാടി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.